നിങ്ങളൊരു പുതിയ റിലേഷൻഷിപ്പിലേക്ക് കടക്കുമ്പോൾ പഴയ റിലേഷൻഷിപ്പിനെ പറ്റി ഈ വ്യക്തിയോട് പറയണം. ആമ്പിള്ളേരാണെങ്കിൽ പറയും, എടാ അളി ഒരിക്കലും പറയരുത്, അത് നിനക്ക് പ്രശ്നം ഉണ്ടാക്കുന്നു പറയും. പറയരുത് എന്നുള്ള വാദത്തോട് ഞാൻ എതിർപ്പ് പ്രകടിപ്പിക്കുന്ന ഒരാളാണ്. പക്ഷെ എല്ലാം പറയണോ എന്നുള്ളതാണ് ചോദ്യം. നിങ്ങൾ ഡെഫിനറ്റ്ലി നിങ്ങളുടെ പാസ്റ്റ് റിലേഷൻഷിപ്പിൽ ഉണ്ടായിട്ടുള്ള ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള മേജർ ആയിട്ടുള്ള ഇവൻറ്റുകളെല്ലാം ഈ വ്യക്തിയുമായിട്ട് ഡിസ്കസ് ചെയ്യണം. ചിലപ്പോൾ അവർ പറയും, എനിക്ക് നിൻ്റെ പാസ്റ്റൊന്നും പ്രശ്നമില്ല, അതൊന്നും പറയണ്ട, ഞാനും പറയില്ല. അത് നിങ്ങൾ എന്തൊക്കെയോ കാര്യങ്ങൾ ആ വ്യക്തിയോട് ഹൈഡ് ചെയ്യുന്നു എന്നുള്ളതാണ്. അറ്റ്ലീസ്റ്റ് ബേസിക് ആയിട്ടുള്ള കാര്യങ്ങളെങ്കിലും നിങ്ങൾ ഈ വ്യക്തിയോട് പറയണം. അയാൾ അത്രയും ട്രസ്റ്റ് വർത്തി ആയിട്ടുള്ള വ്യക്തിയാണ്, ഇമോഷണലി മെച്യൂർഡാണ് എന്നൊക്കെ തോന്നുകയാണെങ്കിൽ കുറച്ച് സമയം കഴിഞ്ഞാൽ, തുടക്കത്തിൽ തന്നെ എല്ലാം കൊണ്ട് കൊട്ടിക്കൊടുക്കരുത്, അത് പൊട്ടിപ്പോകാനുള്ള ചാൻസ് ഉണ്ട്. ഭയങ്കര മെച്യൂർഡാണ്, കാര്യങ്ങൾ അധികം സെൻസിറ്റീവ് അല്ലാതെ ഹാൻഡിൽ ചെയ്യാൻ പറ്റുമെന്നുണ്ടെങ്കിൽ അതിനെപ്പറ്റി കുറച്ചുകൂടെ അയാൾക്ക് അറിയാൻ താല്പര്യമുണ്ടെങ്കിൽ കുറച്ചുകൂടെ കാര്യങ്ങൾ ഡിസ്കസ് ചെയ്യുന്നതിൽ പ്രശ്നമല്ല. കാരണം പാസ്റ്റ് റിലേഷൻഷിപ്പിൽ ഉണ്ടായിട്ടുള്ള ചില കാര്യങ്ങൾ പുതിയ റിലേഷൻഷിപ്പിനെ ഭാവിയിൽ അഫക്റ്റ് ചെയ്യാൻ ചാൻസ് ഉള്ള ചില കാര്യങ്ങൾ നടന്നിട്ടുണ്ടാവാം. അത്തരം കാര്യങ്ങൾ നിങ്ങൾ ആദ്യം തന്നെ ഈ വ്യക്തിയോട് പറഞ്ഞു വെക്കണം. ഇല്ലെങ്കിൽ പിന്നീട് റിലേഷൻഷിപ്പ് ഭയങ്കര പീക്കായിട്ട് നിൽക്കുന്ന ഒരു സമയത്തായിരിക്കും ഇത്തരം കാര്യങ്ങൾ അറിയുന്നത്. അപ്പം നീ എന്തുകൊണ്ട് എന്നോട് പറഞ്ഞില്ല എന്നുള്ള രീതിയിൽ പ്രശ്നങ്ങൾ വന്നിട്ട് അത് ഭയങ്കര ഇഷ്യൂസ് ഉണ്ടാക്കാൻ ചാൻസസ് ഉണ്ട്. അപ്പം അത് തുടക്കത്തിൽ തന്നെ പറഞ്ഞ് ട്രാൻസ്പെറൻ്റ് ആക്കി വെച്ചാൽ നിങ്ങളുടെ കറണ്ട് ആയിട്ടുള്ള റിലേഷൻഷിപ്പിനെ അത് പിന്നീട് അഫക്റ്റ് ചെയ്യില്ല. ഇല്ലെങ്കിൽ ഡെഫിനറ്റ്ലി അങ്ങനെയുള്ള കാര്യങ്ങൾ അറിയുമ്പോൾ ആ വ്യക്തി നിങ്ങൾ ജെനുവിൻ അല്ല എന്ന് വിചാരിക്കും. അങ്ങനെയായിരിക്കും അതിനെ പെർസീവ് ചെയ്യുന്നുണ്ടാവുക. അപ്പോൾ അത് ഒഴിവാക്കാനായിട്ട് അത്തരം കാര്യങ്ങൾ ഡെഫിനറ്റ്ലി എന്ത് ചെയ്യണം, പാർട്ട്ണറോട് പറയണം. ഇതേപോലെ ലവ്, അട്രാക്ഷൻ ആൻഡ് റിലേഷൻഷിപ്പ് വീഡിയോസിനോട് ഡോണ്ട് ഫർഗെറ്റ് ഫോർ വിഷ്വൽ.